ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിശാഖം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. 27 നാളുകൾക്ക് സംഭവിക്കുന്ന രാശിമാറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആകൃതിയിൽ ചിത്രം ഉണ്ടാകും. അത് തൊട്ട് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളൊരു ഭാഗം തൊട്ട് വെച്ചാൽ പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അത് പറയുന്നത്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ മനോഹരമായി സംസാരിക്കാൻ കഴിവുള്ളവരാണ്. അതായത് ആരുടെയും ശ്രദ്ധ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് വിശാഖ നക്ഷത്രത്തിൽ പിറന്നവർ. എന്നാൽ പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന സ്വഭാവം ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഇത് മൊത്തം നശിപ്പിച്ച് കളയും. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ഇത് നല്ലത് പറഞ്ഞത് മൊത്തം തീർന്നു പോകും. അങ്ങനെ ഒരു സ്വഭാവം ഇവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സമയം വരുവാണെന്നുണ്ടെങ്കിൽ സ്വയം ഒന്ന് നിയന്ത്രിച്ച് അധികം ഒന്നിലും ഇടപെടാതെ മാറിപ്പോവുക. ഒന്നിലും അങ്ങോട്ട് നമുക്ക് ദേഷ്യം വരുമെന്ന് നമുക്കതിനെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് പിടിക്കുന്നില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഒരു പ്രവൃത്തി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സ്വയം അങ്ങ് മാറിപ്പോവുക. അതാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു 2025 നല്ലത്. ഏത് കാര്യമാണെങ്കിലും സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുക. ഏത് രീതിയിലുള്ള എതിർപ്പിനെയും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസവും ഒരു കഴിവും നിങ്ങൾക്ക് സ്വതവേ ഉള്ളതാണ് ഈ നാളുകാർക്ക്. എന്നാൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഭീരുത്വം, അതായത് പതറുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് പതറിപ്പോകുന്നൊരു സ്വഭാവമുണ്ട്. അത്തരം പതർച്ചകളിൽ നിന്ന് മാറിപ്പോവുക. അതായത് അപ്പം അങ്ങനെയുള്ള തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടുപോവുക. ഒരു സമയത്ത് പല കാര്യങ്ങളുടെ പുറകെ പോകുന്നൊരു സ്വഭാവവും നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ചിലപ്പോൾ ഇതൊന്ന് മാറ്റുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതുപോലെ തന്നെ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ പൂർത്തിയാക്കുക. ലക്ഷ്യം, അതായത് അതിൽ നിന്ന് മാറിപ്പോകരുത്, പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അതായത് ആധികാരികമായ മേഖലകൾ ഉൾപ്പെടെ ചില കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കത്തക്ക രീതി, അങ്ങനെ ഒരു രീതി നിങ്ങൾക്കുണ്ട്. ആധികാരികമായ മേഖലയിലൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന രീതി നിങ്ങൾക്കുണ്ട്. അതായത് നമുക്ക് ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക, അതിന് മുൻതൂക്കം കൊടുക്കുക, അങ്ങനെയുള്ള ഒരു രീതി നിങ്ങൾക്കുണ്ട്. അതിന് പ്രാധാന്യം കൊടുക്കുന്ന. പക്ഷേ അത് വലിയ ചതിക്കുഴിയിലേക്ക് നിങ്ങളെ തള്ളിയിടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുകൊണ്ട് രേഖകൾക്ക് പ്രാധാന്യം നൽകുക. രേഖകൾക്ക് പ്രാധാന്യം നൽകി അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ 2025 ഉണ്ടാകും. ചതിവുകൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ചതിവുകൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.